ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് കുറച്ചുള്ള വിശേഷങ്ങളാട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ചായ ഉണ്ടാക്കാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. ഞാൻ പച്ചരി കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പച്ചരി നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ടിട്ട് ഈ ഒരു പരുവത്തിൽ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കലക്കി ഒഴിച്ച അപ്പമാണ് ചുടുന്നത്. ഞാൻ തേങ്ങ ഇതുപോലെ പൂണ്ടിട്ട് ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരി മുളക് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. അതിനിടയിൽ ഞാൻ അപ്പമൊക്കെ കലക്കി വെച്ച് ചുടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അപ്പൊന്ന് പാർന്ന് കൊടുക്കണം. നമുക്കൊരു ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടി ഒന്ന് എണ്ണ ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നന്നായി പൊട്ടി വന്നിട്ട് നമുക്ക് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതച്ച് വരുന്നതോട് കൂടിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തെടുക്കണം. അപ്പോൾ ഒന്ന് വെള്ളപ്പത്തേക്ക് ചട്നി ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ അപ്പം നല്ല ഈസി ആയിട്ട് ചുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അടിയിലൊന്നും പിടിക്കാതെ നല്ല സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് അപ്പം. രാവിലെ ഈ അപ്പവും ചട്നിയും നല്ലതാണ് കേട്ടോ. തടിക്കും വയറിനൊക്കെ നല്ലതാണ്. നമുക്ക് വല്ല ദഹിക്കാത്തൊക്കെ കൂടെ വയറ് കംപ്ലൈൻറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയതാണ് ഈ അപ്പവും ഈ ചട്നിയും കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കാപ്പിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇറക്കി വെക്കാം. അപ്പോൾ അപ്പവും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചിക്കുവിന് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ചിക്കുവിന് ചായ കൊടുക്കുകയാണ്. ചിക്കുവിന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ചിക്കുവിന് നേരത്തെ പോകണം കേട്ടോ. 8:05 ബസ് വരും. മറ്റേതൊന്ന് 9:05 ബസ് വരൽ. വെള്ളിയാഴ്ച ആകുമ്പോൾ 8:05 വരും. പിന്നെ ചിക്കു പോയിട്ടാണ് പിന്നെ അക്കു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പം ചൂടും ചട്നിയൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കുള്ളതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയത്. തേങ്ങാച്ചോറ് ഉണ്ടാക്കിയപ്പോൾ അത് വീഡിയോ എടുക്കാൻ പിന്നെ ക്യാമറ ഓണാക്കാതെ വീഡിയോ എടുത്ത് പോയിട്ട്. അപ്പോൾ തേങ്ങാച്ചോറ് ഉണ്ടാക്കി, തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്തിരുന്നു. നോക്കുമ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ക്യാമറ ഓണാക്കാതെ എടുത്ത് പോയിട്ട്. അപ്പോൾ തേങ്ങാച്ചോറിൽ അരി, ഉലുവ, കുഞ്ഞുള്ളി, തേങ്ങ അതൊക്കെ കൂടെ ഇട്ടുകൊണ്ട് വേവിച്ചതാണ് തേങ്ങാച്ചോറ്. ചിക്കൻ കറി സാധാ വെക്കും പോലെ ഞാൻ നല്ല ജീരകം ഉലുവ ഇട്ട് കൊടുത്തിട്ടാണ് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട്. അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്ന് ക്യാമറ ഓണാക്കാൻ വിട്ടുപോയിട്ട്. അങ്ങനെ അക്കോല് തേങ്ങാച്ചോറ് ചിക്കൻ നെയ്ച്ചോറ്റിക്കും പപ്പടം വേണം കേട്ടോ. ചിക്കൻ കറി ഉണ്ടെങ്കിൽ അപ്പോൾ പപ്പടം വേണം. അതങ്ങനെ ഞാൻ പപ്പടം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരം ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതിന് പപ്പടമൊക്കെ പൊരിച്ചെടുത്ത് നമ്മൾ അടുപ്പും ഇതിനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് അടിച്ചലും കോരലും തുടക്കലും ചോറും കൂട്ടാനൊക്കെ ആയി കഴിഞ്ഞിട്ട് ഇനി ഒന്ന് കുളിച്ചിട്ട് വരണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസ്. അല്പമൊക്കെ ഞാൻ അടുക്കളയൊക്കെ നേരാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. തേങ്ങാച്ചോറ് കണ്ടോ, തേങ്ങാച്ചോറ്, ചിക്കൻ കറി കുഞ്ഞുള്ളി പിന്നെ ഉള്ളിയും സുറുക്കിയും കൂടെ ആക്കിയതാട്ടോ. ചിക്കൻ കറി നല്ലോണം കുഞ്ഞുള്ളി, ചെറിയ ജീരകം, ഉലുവയൊക്കെ ഇട്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ പ്രസവിച്ചൊക്കെ കിടക്കുമ്പോൾ കുമ്മ ഉണ്ടാക്കിയിട്ടല്ലോ എന്ന പോലെ. അപ്പോൾ എൻ്റെ പുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറ് വയ്ക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ